കേച്ചൽ ഭാഗം വരെയാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ വരുന്നത്. ഇവിടെയാണ് അണ്ടർപാസ് വരുന്നത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വരാപ്പുഴ പാലത്തിന്റെ ഫ്രണ്ട് ഭാഗത്താണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ പാലത്തിന്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പഴയ പാലം ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തുള്ള വർക്കുകളൊക്കെ എന്താണ്, എങ്ങനെയാണെന്ന്. അപ്പൊ പറവൂര് ഭാഗത്തേക്കാണ് ഇന്ന് പോകുന്നത്. ആ ഭാഗം വരെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇതാണ് പാലത്തിന്റെ ഫ്രണ്ട് വശത്തു നിന്നുള്ള ഒരു കാഴ്ച. നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പുതുതായിട്ടൊരു കോൺക്രീറ്റ് വാള് കെട്ടുന്നുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടി റോഡിന്റെ ഉൾവശത്ത് മണ്ണ് നിറച്ച് പാലത്തിന്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഭാഗമാണ്. ഇനി സർവീസ് റോഡിന്റെ ഭാഗത്ത് ടാറിങ്, അങ്ങനെ മണ്ണ് നിറക്കുന്ന വർക്കുകൾ, എല്ലാ വർക്കുകളും വരാനുണ്ട്. ഇവിടെ ഡ്രെയിനേജിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നല്ല വെയിലാണ്, 9 മണിയായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മുൻവശത്ത് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്കുകളെന്ന്. വർക്ക് കഴിഞ്ഞ പാലത്തിന്റെ ഭാഗം ഇതാണ്. രണ്ട് സൈഡിലേക്കും ഈ ഒരു പാലത്തിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ ഇനി വർക്ക് ചെയ്യാനുള്ളത് ലൈൻ മാർക്കിങ്, അതുപോലെ ലൈറ്റിന്റെ കാലുകൾ വെക്കാനുണ്ട്, ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പാലത്തിന്റെ തുടക്ക ഭാഗം. ഇവിടെ ഒരു ഫുട്പാത്ത് ഒക്കെ വരുന്നുണ്ട്. ഫുട്പാത്ത് നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെ പുതിയ പാലത്തിലും ഇതുപോലെ ഫുട്പാത്ത് ഉണ്ട്. നമുക്ക് പഴയ പാലത്തിന്റെ ഭാഗം എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് പഴയ പാലത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഉള്ള ഒരു കാഴ്ച. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് അത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാലം അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ വർക്കൊന്നും ചെയ്യുന്നില്ല. പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇനി പാലത്തിന്റെ സൈഡിൽ ഒരുപക്ഷെ കൈവരികളൊക്കെ പൊട്ടിച്ചെടുത്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ടൊരു ഭാഗം കാണാം, പുതുതായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി ജോയിന്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുണ്ടാകും. ഇപ്പം വർക്കൊന്നും ചെയ്യുന്നില്ല. പഴയ പാലം അടച്ചു വെച്ചിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്ത് പോയി നോക്കാം. പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്തുള്ള ഒരു കാഴ്ച ഇതാണ്. ഇവിടെയും നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിലാണ് വർക്ക് വരാനുള്ളത്. ലൈൻ മാർക്കിംഗ് ആണ് ഈ ഭാഗത്ത് ഇനി വരാനുള്ളത്. ക്രഷ് ബാരിയർ പെയിന്റിങ്, കൂടാതെ ലൈറ്റിന്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. അതൊക്കെയാണ് പാലത്തിന്റെ ഭാഗത്ത് വരാനുള്ളത്. അപ്പോൾ മുൻവശത്തുള്ള ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന ഒരു വർക്ക് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. സോറി, എനിക്ക് തെറ്റ് പറ്റിയതാ. അവിടുന്ന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ച് അണ്ടർപാസ് ആണെന്ന്. അപ്പോൾ ഈ തോടിന്റെ കുറുകെ വരുന്ന ഒരു പാലമാണ്. അപ്പോൾ ഈ കാണുന്നത് സർവീസ് റോഡിന്റെ ഭാഗത്ത് കുറച്ച് താഴ്ത്തിയാണ് പാലം വരുന്നത്. അത് ഹൈവേന്റെ ഭാഗമായിട്ട് വരുന്ന പാലം കുറച്ച് ഹൈറ്റിലും വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ, പാലത്തിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്താണ് അണ്ടർപാസ് വരുന്നത് കേട്ടോ, കുറച്ചുകൂടെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ വരുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് കുറേ നാളായി. വെയിൽ കൊണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ചൂടാണ്. നിങ്ങൾക്കറിയാലോ, നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ കാണാം ഈ വലിയൊരു കോൺക്രീറ്റ് വാൾ വരുന്നുണ്ട്. ഇതിൻ്റെ പാലത്തിലേക്ക് പിന്നീട് ജോയിൻറ്റ് ചെയ്യലാണ്. അതിൻ്റെ വർക്കിനെ വേണ്ടിയിട്ട് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചെറിയ പാലങ്ങളും വലിയ പാലങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തുള്ള പാലത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് നിറച്ച് കൊടുന്ന് അതിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത്, സർവീസ് റോഡിൻ്റെ ഭാഗത്തൂടെ. അപ്പോൾ ഇനിയും നല്ല വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം ആ ഭാഗത്ത്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പറവൂര് ഭാഗം വരെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗം ഒരു 10 മിനിറ്റോടെ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരിക, മുഴുവനായിട്ട് കാണുക, ലൈക്കും കമൻറ്റൊക്കെ തരിക. അപ്പോൾ ഇതാണ് വരാപ്പുഴ പുത്തൻപള്ളി ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ്. അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ഈ അണ്ടർപാസിൻ്റെ ഹൈറ്റിലേക്ക് അവിടെ പഴയ റോഡാണ് ആ കാണുന്നത്. ആ പഴയ റോഡിൻ്റെ ഭാഗത്ത് പുതിയ സർവീസ് റോഡ് വരാനുണ്ട്. ആ ഭാഗത്ത് കുറേ മണ്ണ് താഴ്ത്തി കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. പുതിയ സർവീസ് റോഡ് ഇവിടെ അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ആ ഭാഗത്ത്, പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഭാഗത്തും കൂടെ സർവീസ് റോഡ് വരാനുണ്ട്.
ബാക്കി എല്ലാ ഭാഗത്തും ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ പാലത്തിന്റെ ആ ഭാഗത്തുള്ള വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയ വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും കടന്നു പോവുക. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അതൊന്നും തുടക്കമായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതാ ഒരു റോഡ് റോളർ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇനി ഒരുപാട് വർക്കുകൾ വരാനുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്കിനി മുൻവശത്ത് പോയി നോക്കാം അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന്. പഴയ റോഡിന്റെ ഭാഗം ഇങ്ങനെയാണ്. ഇവിടെയാണ് ഇനി വലിയ വാളൊക്കെ വരാനുള്ളത്. കുറച്ചുകൂടെ ഫ്രണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡിലൊക്കെ കണ്ട പേരുകൾ വായിക്കാട്ടോ. ഷാപ്പുപടിന്ന് ഈ ഭാഗത്ത് ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. റോഡിന്റെ സെന്റർ ഭാഗത്താണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. രണ്ട് സൈഡിലുമാണ് കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് സെന്റർ ഭാഗത്തൂടെ. പഴയ റോഡാണിത്. പഴയ റോഡ് അങ്ങനെ സെൻട്രലായി വന്നിട്ടുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗം അവിടെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒള്ളനാട് പറഞ്ഞ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം ടാറിങ് നടക്കുന്നുണ്ട്. ടാറിങ്ങിന് ഇവിടെ വേറൊരു പ്രത്യേകത ആയിട്ട് ഞാൻ കണ്ടത്, ഈ സൈഡിൽ വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. ക്രഷ് ബാരിയർ വരുന്ന ഭാഗത്ത് അധികം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പുതുതായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി ഇവിടെ ക്രഷ് ബാരിയർ ഒക്കെ പിടിപ്പിച്ചിട്ടില്ല, അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ജോയിന്റിങ് ചെയ്തിട്ടില്ല, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. താഴെ ഭാഗമാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ ഭാഗങ്ങളിലൊക്കെ സിമെന്റ് ചെയ്ത് ഇത് പിടിപ്പിക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ടാറിങ് ഒക്കെ നല്ല രീതിയിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി മുൻവശത്തേക്ക് പോയി നോക്കാം. നല്ല വെയില്. ഇതാണ് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. നല്ല സ്ട്രോങ് ആയ വെയിലല്ലേ ഇപ്പോ, അതാണ് നല്ല ക്ലിയർ കേട്ടോ. കൂനമ്മാവ് BTM കോളേജിന്റെ ഒക്കെ ഫ്രണ്ട് വശത്ത് വരുന്ന ഒരു കാഴ്ച ഇതാണ്. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്താനുണ്ട് കുറേ ഭാഗങ്ങള്. ആ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇപ്പം വെയിൽ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിൽക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ ക്ലിയർ കുറച്ച് കുറയും. അപ്പോൾ ഇവിടെയാണ് കോളേജ്. ഈ കോളേജിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വരുന്ന ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനാണ്. ആ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ അങ്ങോട്ട് വരുന്ന ആ ഭാഗത്തുള്ള അണ്ടർപാസിന്റെ അടുത്തേക്കാണ് ഉയർത്തി കൊണ്ടുവരാനുള്ളത്. ഇവിടെയാണ് അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസിന്റെ ഭാഗത്തൊക്കെ കായൽ മണ്ണ് കൊടന്ന് ഇങ്ങനെ കൂട്ടിയതുണ്ട്. പഴയതാണ്, കുറേ നാളായി ഇങ്ങനെ കിടക്കുന്നതാണെന്ന് തോന്നുന്നത്. വർക്കൊന്നും കാണുന്നില്ല. അണ്ടർപാസിന്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പെട്ടിക്കടകളും കാട് പിടിച്ച് കിടക്കണേ. വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ പൈലിങ് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ടെസ്റ്റ് പൈലിംഗ് ആണ്. ഇവിടുത്തെ മണ്ണിന്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈലിംഗ് ആണ്. അതൊക്കെ ഇപ്പോഴേ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം, ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്കുകൾ എന്ന്. അപ്പോൾ ഇവിടേക്കൊന്നും അധികമൊന്നും വർക്കുകൾ തുടങ്ങിയിട്ടില്ല. മുൻവശത്ത് എങ്ങനെയാണെന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കണ്ട അണ്ടർപാസ് അവിടെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് കാണാം നമുക്ക് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ബൈപ്പാസാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ ഹൈവേക്ക് വന്ന് കയറുന്നത്. ഇങ്ങനെ ഈ ഭാഗത്ത് കൂനമാവ് ടൗൺ, ഒരു ചെറിയൊരു ടൗൺ ഭാഗങ്ങളിലൂടെയാണ് ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ മണ്ണ് നിറക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ ഇങ്ങനെ പഴയ മണ്ണുകളൊക്കെയാണ് ഇത് കാണാൻ. എവിടുന്നൊക്കെയോ റോഡ് പൊളിച്ച മണ്ണുകളൊക്കെ കൊടന്ന് കൂട്ടിയിട്ടുണ്ട്. അവിടെ ദാ കായൽ മണ്ണ് കൊടന്ന് കൂട്ടുന്നുണ്ട്. ആ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നുണ്ട്. റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സർവീസ് റോഡ്. നല്ല രീതിയിൽ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻവശത്ത് അവിടെ കുറേ ക്രഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയതുണ്ട്. അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത ഭാഗമാണ്. മണ്ണിട്ട് ലെവൽ ചെയ്ത ഭാഗമായതുകൊണ്ട് അവിടെ ഇങ്ങനെ ക്രഷ് ബാരിയറുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്കാണ് മണ്ണിട്ട് ഉയർത്താനുള്ളത്. കുറച്ചുകൂടെ ഫ്രണ്ടിക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. കാവിൽനട ഭാഗത്ത്
ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ടാറിങ് ചെയ്യാത്തത്. ഉൾവശത്തേക്ക് ഇതാണ് കുനമാവ് അങ്ങോട്ട് പോകുന്ന റോഡ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. കേച്ചൽ ഭാഗം വരെയാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ വരുന്നത്. ഇവിടുന്ന് വീണ്ടും പഴയ റോട്ടിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ്. ഇനി അങ്ങോട്ടും മുൻവശത്തേക്കൊക്കെ വർക്ക് ചെയ്യാനുണ്ട്. അവിടെ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. മണ്ണ് കെട്ടി ഉയർത്തി കൊണ്ടുവരുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എങ്ങനെയാണ് അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ ബാക്കി വീഡിയോയിൽ അടുത്ത ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.